പിക്കി ഈറ്റേഴ്സിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന 5 സൊല്യൂഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് മേക്ക് മീൽസ് ഫൺ. അതായത് അവർക്ക് ഫുഡ്സ് ഓഫർ ചെയ്യുമ്പോൾ, അതായത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കളേർഡ് പ്ലേറ്റ്സിൽ ഡിഫറെൻറ്റ് തീംസിലൊക്കെ അറേഞ്ച് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് കൊടുക്കാം. സെക്കൻഡ് വൺ ഈസ് അവർക്ക് പുതിയൊരു ഫുഡ് അങ്ങനെ തന്നെ കൊടുക്കുന്നതിന് പകരം വേറെ എന്തെങ്കിലും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫുഡിൻ്റെ കൂട്ടത്തിൽ പെയർ ചെയ്ത് കൊടുക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 5 to 6 times ഒക്കെ എക്സ്പോസ്ഡ് ആയി കഴിയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ട്രൈ ചെയ്യാൻ വില്ലിങ് ആവും അത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഒരു റോൾ മോഡൽ ആയിരിക്കുക. ഓരോ പുതിയ ഫുഡ്സൊക്കെ നമ്മൾ ട്രൈ ചെയ്യുമ്പോഴേക്കും ഭയങ്കര എന്തൂസിസ്റ്റിയായിട്ട് കാണിക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ ബാക്കിയുള്ളവർ എൻജോയ് ചെയ്ത് കാണുമ്പോൾ അവർക്ക് കഴിക്കാൻ ഒരു ടെൻഡൻസി വന്നേക്കാം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മീൽ പ്രിപ്പറേഷൻസിൽ അവരെയും കൂടെ ഇൻവോൾവ് ആക്കും. അതായത് ഇൻഗ്രീഡിയൻസ് ഒക്കെ വാങ്ങാൻ പോകുന്ന സമയത്തും അതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തുമൊക്കെ അവരുടെ ഒപ്പീനിയനൊക്കെ ചോദിച്ച് അവരെയും കൂടെ അതിൽ ഇൻവോൾവ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിഷ് ട്രൈ ചെയ്യാനുള്ളൊരു ക്യൂരിയോസിറ്റി അവരിൽ ഡെവലപ്പ് ചെയ്യും. പിന്നെ ഒരു കാര്യം ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാണ്ട് ഇടയ്ക്കിടയ്ക്ക് മാത്രം ഒന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പേഷ്യൻസും കൺസിസ്റ്റൻസിയും ആണ് ഇതിൻ്റെ കീ എന്ന് പറയുന്നത്. അതല്ലാണ്ട് നമ്മളിങ്ങനെ ഇടയ്ക്കത് ഓഫർ ചെയ്തു പിന്നെ കഴിക്കുന്നില്ല, കുട്ടി റിജക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെയും അത് കൊടുക്കാതിരിക്കുക എന്നുള്ളൊരു രീതിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കുട്ടി അത് എടുക്കാൻ വില്ലിങ് ആവത്തില്ല.